ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെക്സിക്കൻ ഐറ്റമാണ്. സൽസ വെർഡെ എന്ന് പറയുന്നത്. ഗോർമെറ്റ് സൽസ വെർഡെ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരുതരം ചുട്ട ചമ്മന്തി പോലെയാണിത് സംഭവം. അപ്പോൾ ഇതിൽ അവിടെ ഇത് പല ടൈപ്പിലുണ്ടാക്കാം സൽസ വെർഡെ. അപ്പോൾ ഇതിലുണ്ടാക്കിയിരിക്കുന്നത് ടൊമാറ്റോ സൽസ വെർഡെയാണ്. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് വാക്കാണ്. നമ്മുടെ തക്കാളി ടൊമാറ്റോ തന്നെയാണ്. അപ്പോൾ ഈ ടൊമാറ്റോയും ഒണിയനും പെപ്പർ ഇതൊക്കെ ഒണിയനും മുളകും ഇത് ഫയർ റോസ്റ്റ് ചെയ്യുന്നു. ഫയർ റോസ്റ്റ് ചെയ്തിട്ട് ഇത് മറ്റേ മിക്സിയിൽ അടിച്ച് പിന്നെ പെപ്പറും ബാക്കി സ്പൈസൊക്കെ ചേർക്കുന്ന പരിപാടിയാണ്. ഒരുതരം ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഫയർ റോസ്റ്റ് ചെയ്യുന്ന പലരും പല രീതിയിലാണ്. ചിലവർ ഇത് പുഴുങ്ങിയെടുക്കുന്നതുണ്ട്, ചിലവർ ഫയർ റോസ്റ്റ് ചെയ്യും, ചിലവർ മറ്റേ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ ചിലവർ ഓവനിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ച ടൊമാറ്റോ, പിന്നെ ഒരു ജലപ്പേന എന്ന് പറഞ്ഞൊരു മുളക്, പിന്നെ സവാള, ഉള്ളി, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ചിലർ പല ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക കുറയ്ക്കുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ 100,000 റെസിപ്പിയുണ്ട് സൽസ വെർഡെ. അപ്പോൾ ഇതൊരു ലാറ്റിനോ ഫുഡാണ്. എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലുള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഓഫ് മെക്സിക്കോ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ, വാട്ടർ, ഓണിയൻ, പിന്നെ പെപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ജലപ്പേനോ സെറാനോ, പിന്നെ കോൺസ്റ്റാർച്ച്, സോൾട്ട്, വിനീഗർ, സിലാൻഡ്രോ ആൻഡ് ഗാർലിക്. പിന്നെ ഇവരുടെ സൈറ്റ് കൊടുക്കുന്നുണ്ട് casamartinez.com.mx മെക്സിക്കോ. അപ്പോൾ ഇതാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല മുളകിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം മുളകുള്ള മുളക് ഉണ്ട്, എരിവ് കൂടുതൽ ഒരുതരം ചമ്മന്തി പോലെ ഉണ്ട്. നോൺ വെജിനോട് നന്നായിട്ട് ചേരും. എന്നാൽ എരിവ് അധികം കൂടുതലുമില്ല. നോൺ വെജിനോട് പെർഫെക്റ്റാണ് ഇത്. അപ്പോൾ ഒരുതരം ചമ്മന്തി അല്ലെങ്കിൽ സാലഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ലിക്വിഡ് ഫോമിലുള്ളൊരു സാലഡ് പോലെ എരിവുള്ള.